കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗാർഹിക പീഡനത്തിന്റെയും സ്ത്രീ പീഡനത്തിന്റെയും വേദനാജനകമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? പക്ഷെ ഇതിനകത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതേപോലെ നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദ വലയത്തിൽ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ആശ്വാസമായി നമ്മൾ മാറിയേക്കാം. ഗാർഹിക പീഡനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളവർ അവരുടെ ഒരു പ്രയാസവും വിഷമവും ഏറ്റവും അടുത്തുള്ള ഒന്നില്ലെങ്കിൽ ഫാമിലിയോ അതല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരോടെങ്കിലും അവർ ഷെയർ ചെയ്തിട്ടുണ്ട്, അല്ലെ? നമ്മളോട് സുഹൃത്ത് എന്ന നിലയ്ക്ക് നമ്മളോടാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ, നമ്മളോടാണ് പറയുന്നതെങ്കിൽ സാരില്ല, ക്ഷമിക്ക്, ഇത് വിധിയാണ് എന്നൊക്കെ പറഞ്ഞ് കേവലം കുറച്ച് വാക്കുകൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അവർക്ക് മെന്റലി നല്ലൊരു സപ്പോർട്ട് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇതിനൊരു കറക്റ്റ് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, ഇത്ര തിരക്കിലാണ് അവരുടെ കോളുകൾ നമുക്ക് വരുന്നതെങ്കിൽ പോലും കുറച്ചു നേരം അവരോട് സംസാരിച്ച് അവർക്കൊരു മെന്റൽ സപ്പോർട്ട് കൊടുക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുകയും കറക്റ്റായിട്ടൊരു സൊല്യൂഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഒരുപാട് ജീവനുകൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് രക്ഷപ്പെട്ടേക്കാം.